മാന്ത്രിക വിദ്യകളിലൂടെ നമ്മുടെ മനസ്സിലെല്ലാം ഇടം നേടിയ വ്യക്തിയാണ് ഗോപിനാഥ് മുതുകാട്. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു മാജിക് ഷോയുമായി എത്തുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഗോപിനാഥ് മുതുകാടാണ്. നമസ്കാരം സർ. ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ആദ്യത്തെ മാജിക് ഷോ അവതരിപ്പിക്കാൻ അവസരം തന്ന ഒരു നാടാണ്. അപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോഴിക്കോട് ഒരു പുതിയൊരു മാജിക് പ്രോഗ്രാമായിട്ട് എത്തുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താ സാറിന് പറയാനുള്ളത്? ഇത് ഒരു സാധാരണ മാജിക് ഷോ അല്ല. പ്രത്യേകിച്ച് ഇത് സാധാരണ ഒരു പ്രൊഫഷണൽ രംഗത്തേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു എന്നൊരർത്ഥമൊന്നും ഇതിനകത്തില്ല. ഇത് ഒരിക്കൽ മാത്രം അവതരിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടപ്പാടുള്ള അച്ഛൻ, അമ്മ, ഗുരുക്കന്മാർ, അധ്യാപകർ എല്ലാവർക്കും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞു തീർക്കേണ്ട കടപ്പാടുകളുടെ ഒരു കഥയാണ് ഈ ഇലൂഷൻ ടു ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന പരിപാടി. അങ്ങനെ ഡിസൈൻ ചെയ്തൊരു പരിപാടിയാണ്, ഒരിക്കൽ മാത്രം അവതരിപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, കോഴിക്കോട് മാത്രം എന്താണ് അവതരിപ്പിക്കുന്ന കാരണം എന്നുള്ളത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, കോഴിക്കോടാണ് ആദ്യത്തെ ഷോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നടത്തിയത് 1987 ഫെബ്രുവരി 20 രണ്ടാമത്തെ കാര്യം, എൻ്റെ അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് കോഴിക്കോട് വെച്ചാണ്. അപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടിയോട് ഒരിക്കലും മാജിക് അവസാനിപ്പിക്കരുത് എന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 4 വർഷം മുമ്പ് ഞാൻ പ്രൊഫഷണൽ മാജിക്കിൽ നിന്ന് വിട പറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ട് വിട പറഞ്ഞു എന്ന് അച്ഛനോട് പറയാനുള്ള ഒരു വേദി കൂടിയായിട്ടാണ് ഈ ഷോയെ ഞാൻ കണക്കാക്കുന്നത്. അതാണ് ഈ ഷോയുടെ പ്രത്യേകത. ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് ഇപ്പോൾ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നുണ്ടെന്ന് കേട്ടോ. അപ്പം അതിൻ്റെ പുതിയ അപ്ഡേറ്റ് വല്ലതും? ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2016 മുതൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. 2019 നമ്മൾ ആദ്യമായിട്ട് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തുന്നത്. ഒരു 250ഓളം കുട്ടികൾ നമുക്ക് അവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ഒരു വലിയ പ്രോജക്റ്റ്, അതായത് എൻഡോസൾഫാൻ വിക്ടിംസിന് വേണ്ടിയിട്ട് ഒരു വലിയ പ്രോജക്റ്റ് തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ പേര് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ്, IIPD എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് 100% മുഴുകാനാണ് ഇനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഇതിനു വേണ്ടി മാറ്റിവെക്കാനാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളിൽ കാണുന്നൊരു പ്രവണത എന്ന് പറയുന്നത്, കുറേ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള കുട്ടികളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിന്ന് കുട്ടികളൊന്ന് പിന്തിരിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം? തീർച്ചയായിട്ടും അത് ഒരാൾ മാത്രം വിചാരിക്കേണ്ട കാര്യമല്ല, നമ്മൾ എല്ലാ മേഖലയിലുള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വല്ലാത്ത കടന്നുകയറ്റം, പ്രത്യേകിച്ച് ഈ രാസവസ്തുക്കളുടെ, ലഹരികളുടെ വല്ലാത്ത കടന്നുകയറ്റം തിരിച്ചു പറയാൻ പോലും അറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് നമ്മുടെ ഈ മൊബൈലിൻ്റെ അഡിക്ഷൻ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ വീടുകളിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു കാലത്താണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒന്നും പറയുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് പറയേണ്ട കാര്യം, വേണ്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് കിട്ടേണ്ട സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹം കിട്ടാത്ത സ്ഥലങ്ങളിൽ അവർ സ്നേഹം അന്വേഷിച്ച് പോകും. സ്വാഭാവികമായിട്ടും അത് കപട സ്നേഹമാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും വൈകിപ്പോയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക്കലായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മളിതിനകത്ത് എന്താ പറയുക, വേരോടുകൂടി പിഴുതു മാറ്റേണ്ടതും വേരോടുകൂടി തന്നെ നടേണ്ടതുമായിട്ടുള്ള പുതിയ ചിന്തകളും പുതിയ കാഴ്ചപ്പാടുകളും ഉണ്ട് എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ വിഷമം ഉണ്ടാവും. കാര്യം സൂയിസൈഡ് അറ്റംപ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ ആളുകൾ ഒളിച്ചോട്ടം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത്, മൂല്യച്യുതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ നമ്മുടെ വീട്ടിലായിരിക്കും ഈ സംഭവങ്ങൾ നാളെ ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. 45 വർഷം സാറി ഒരു മാജിക്കിൻ്റെ വീട്ടിൽ നിന്ന ആളാണ്. അപ്പം അതിൻ്റെ ഡോക്യുമെൻ്ററി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന്. ഡോക്യുമെൻ്ററി 4 വർഷം മുമ്പ് വന്നതാണ്. അതിൻ്റെ പേര് 45 Years of Magic, ഗോപിനാഥ് മുതുകാട് 45 Years of Magic, ദ റിയൽ ലൈഫ് മജീഷ്യൻ എന്നാണ്. പ്രജീഷ് പ്രേം എന്ന് പറയുന്നൊരു സംവിധായകനാണത് ഡയറക്റ്റ് ചെയ്തത്. അത് എൻ്റെ കുട്ടിക്കാലം മുതൽ, ഞാൻ 7ാമത്തെ വയസ്സിൽ മാജിക്കിലേക്ക് വന്ന കാലം മുതൽ ഇതുവരെയുള്ള യാത്രയുടെ ഒരു എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. കേരളത്തിൻ്റെ ഇലക്ഷൻ അംബാസിഡറായിട്ട് കുറച്ച് കാലം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഒരു ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു ഭാരതീയൻ എന്നുള്ള രീതിയിൽ, അത് ഏത് രാഷ്ട്രത്താണെങ്കിൽ പോലും നമ്മുടെ വോട്ടവകാശം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. കാരണം നമ്മൾ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ തെറ്റായ ഒരാളെ തിരഞ്ഞെടുക്കപ്പെട്ടുകൂടാ. അത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഓരോരുത്തരുടെയും വോട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റേറ്റ് ഐക്കണാണ്, കേരള സ്റ്റേറ്റിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് യുവതലമുറ, ഇപ്പോൾ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ജനാധിപത്യമൊന്നും വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കുന്നതാണ്. പക്ഷേ ജനാധിപത്യം വളരെ പ്രധാനമാണ്. നമുക്ക് അവകാശപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിനകത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതും രാജ്യത്തിൻ്റെ ജനാധിപത്യം എന്ന് പറയുന്നത് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിലൂടെ പ്രധാനമായിട്ട് പറയുന്ന കാര്യം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചെയ്യണം, നമ്മളുടെ വോട്ടവകാശം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം
ഓരോ സമയത്തും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഭാവി കാര്യങ്ങൾ ഇനിയിപ്പോൾ മജീദ് ഭാവി പ്രധാനമായിട്ടും ഈ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. അതിനകത്ത് നമുക്കൊരു 1000 കുട്ടികൾക്ക് ലൈഫ് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് സ്വപ്നം കാണുന്നത്. അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച ഗോപിനാഥ് മുരുക സാറിന് നന്ദി. താങ്ക് യു സോ മച്ച്.